പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വരുന്നത്. ഇറാനിലുണ്ടായ ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. എവിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്? എന്ത് തിരിച്ചടിയാണ് ഇറാൻ നൽകിയത്? ജിൽസി, അല്പം മുമ്പാണ് നിരവധി മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ വിട്ടിരുന്നത്. വളരെ കരുതലോടുകൂടി നിൽക്കാനും ബങ്കറുകളിലേക്ക് മാറാനുമുള്ള ഒരു നിർദ്ദേശം ഇസ്രായേൽ സുരക്ഷാ വിഭാഗം ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. തെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ട് ഉൾപ്പെടെ വിവിധ ലക്ഷ്യപ്പിക്കുന്ന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ മിസൈലുകൾ ഏതർത്ഥത്തിലുള്ള പ്രത്യാഘാതമായിരിക്കും ഇസ്രായേൽ സൃഷ്ടിക്കുക എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായിട്ട് ഇസ്രായേലിന്റെ സുരക്ഷാ വിഭാഗം അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ മണിക്കൂറുകൾ പോലും പിന്നിടുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെതിരെ, ഇസ്രായേലിനെതിരെ അതിശക്തമായിട്ടുള്ള ആഞ്ഞടിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം മിസൈലുകൾ ഇപ്പോൾ അയച്ചതിൽ ഉൾപ്പെടും എന്നതിന്റെ എണ്ണം കൃത്യമല്ല. എന്തായാലും ഇസ്രായേലിലുടനീളം സൈറണുകൾ ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. എന്തായാലും ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായിട്ട് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേലിലേക്ക് മാത്രമാണോ ഇറാന്റെ പ്രത്യാക്രമണം? മറ്റേതെങ്കിലും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ, തിരിച്ചടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ അക്കാര്യത്തിൽ കൂടി കുറെ കൂടി വ്യക്തമായിട്ടുള്ള ഒരു വാർത്ത ലഭിക്കും. എന്തായാലും അതിശക്തമായിട്ടുള്ള മാരകമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈലുകൾ അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജിൽസി, ഒരു യുദ്ധം തുടങ്ങി വച്ചിരിക്കുന്നു പശ്ചിമേഷ്യയിൽ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേലിലേക്കാണ് മിസൈൽ അയച്ചതെന്നുള്ള വിവരങ്ങളാണ്. ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും സൈറൺ അടക്കം മുഴങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ്. കൃത്യമായി എവിടെയാണ് ആ മിസൈൽ പതിച്ചത്, മറ്റെന്തൊക്കെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. ഇസ്രായേലിലേക്ക് മാത്രമാണോ അതോ അമേരിക്കൻ താല്പര്യങ്ങളുള്ള ഏതെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചടി നടത്തിയിട്ടുണ്ടോ, മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് വലിയ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യ ആകെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്ന തിരിച്ചടി കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇതിനൊരു മറുപടി ഇസ്രായേലിൽ നിന്നുണ്ടാവുകയും അത് അമേരിക്ക കൂടി ഇടപെടുകയും ചെയ്യുമ്പോൾ എത്രത്തോളം വലിയ ആഘാതങ്ങളിലേക്കാണ്, എത്രത്തോളം വലിയൊരു തുറന്ന യുദ്ധത്തിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത് എന്നിപ്പോൾ പ്രവചിക്കുക പോലും അസാധ്യമാണ്. പശ്ചിമേഷ്യ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങളെല്ലാം നടക്കുന്നത്. ഇസ്രായേലിലെ ജനങ്ങളോട് സുരക്ഷിതരായി നിൽക്കാനും അതിർത്തി പ്രദേശങ്ങളിലുള്ളവരോട് ബങ്കറുകളിലേക്ക് പോകാനുമൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കൂടിയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ വളരെ പെട്ടെന്ന് മടങ്ങിയെത്തേണ്ടതുണ്ട്.